കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു കൂടണം. അതിപ്പോ ഞങ്ങൾ അങ്ങോട്ട് വരികയോ നിങ്ങൾ ഇങ്ങോട്ട് വരികയോ എങ്ങനെയായാലും മതി. ഞാൻ പറയാം. ആയിക്കോട്ടെ. ഇനി ഏട്ടൻ്റെ അടുത്ത് വരുമ്പോ വീട്ടിലും കൂടെ കയറാൻ മടിക്കണ്ട. എന്നാ ഇറങ്ങട്ടെ സുജാതെ. ഞാൻ അവരെ വിട്ടിട്ട് വരാം. മോളെ, എന്താ അച്ഛാ? ഫംഗ്ഷനിടയിൽ മോളും ജീവനും തമ്മിൽ മുറിയിൽ വെച്ച് സംസാരം നടക്കുമ്പോൾ ഞാൻ മുറിക്ക് പുറത്തു വന്നിരുന്നു. ജന്മം നൽകിയൊരു മകൻ ഒരു കൊള്ളരുതാത്തവനാണെന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും വേദനയുള്ളൊരു കാര്യമാണ്. എന്ത് ചെയ്യണം മോളെ? അല്ല, എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ തുടക്കം? ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ജീവന് ഇഷ്ടമല്ല. ഒഴിവാക്കാൻ ഞാൻ പലവട്ടം നോക്കിയതാ. പക്ഷേ ജ്യോതി എന്നെ നിർബന്ധിച്ചു. അതിലെന്തോ കുഴപ്പമുണ്ടായിരുന്നു. ജീവൻ അതിലെന്തോ ചെയ്തിരുന്നു. അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ. അതെന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ. കൂടി വന്ന ഞാൻ ചത്തുപോയിരിക്കും. പക്ഷെ സുധിയെക്കുറിച്ച് ജീവൻ പറഞ്ഞത് പച്ചക്കള്ളാണ്. മനസ്സിലായി മോളെ. എന്തോ ഒന്നിൽ നിന്നും രക്ഷ നേടാൻ അവൻ കരുതിക്കൂട്ടി പറഞ്ഞാൽ അതൊന്ന് മനസ്സിലായി. ജ്യോതി മനുവും പിള്ളേരല്ലേ അച്ഛാ. അവരുടെ പ്രായത്തിൻ്റെതായ കുസൃതികള് അവരിൽ കാണില്ലേ. ഞാൻ എന്തേലും കണ്ട അത് പറഞ്ഞ് മനസ്സിലാക്കല്ലേ വേണ്ടത്. ഞാൻ അതിനെ ശ്രമിച്ചത്. പക്ഷെ ജീവൻ കയറി വന്നിട്ട് ഞാനും മനുവും തമ്മിൽ എന്തോ തെറ്റായ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എന്നെ തല്ലാൻ തുടങ്ങി. അത് കണ്ട് സഹി കെട്ടിട്ടാ സുധി ജീവനെ അടിച്ചത്. അവർക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്റെ ആങ്ങളെയല്ലേ, വേദനിക്കാതിരിക്കോ? സോറി മോളെ. നിന്നെയും നിന്റെ കുടുംബത്തിന്റെയും കാലിൽ വീണ് മാപ്പ് പറയാനേ ഈ അച്ഛനെ കൊണ്ട് പറ്റൂ. അയ്യോ അച്ഛ, അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛനെ അമ്മയെ ഓർത്തിട്ടാ പലതും ഞാൻ മനസ്സിൽ അടക്കി വെക്കുന്ന. എനിക്ക് പേടി സുജാതയുടെ മനസ്സിനെ. എല്ലാ സങ്കല്പങ്ങളും കൂടി ഒന്നിച്ച് തകർന്നു പോയെന്ന് പറഞ്ഞ ചിലപ്പോ വീണു പോകുക പാവം. ജ്യോതിയുടെയും മനുവിന്റെ ഒക്കെ കാര്യം യുക്തം പോലെ മോള് കൈകാര്യം ചെയ്യണം. പഠിച്ച കുട്ടികളല്ലേ, പറഞ്ഞു മനസ്സിലാക്കിയ അവരത് ഉൾക്കൊള്ളും. പറ്റുമെങ്കിൽ അമ്മയോട് മോളൊന്ന്. ഞാൻ പറയില്ല അച്ഛ. അമ്മ എനിക്ക് ചെറിയൊരാശ്വാസമല്ല. ഞാൻ നിലനിൽക്കുന്നതിന്റെ കാരണം തന്നെ അതാ.
അച്ഛൻ പേടിക്കണ്ട. മോളെ, ഒക്കതുകൊണ്ട് നീ അമ്മയും അച്ഛനും ഒക്കെ അതിശയിപ്പിക്കുന്നുണ്ട് മോളെ. അതിന്റെ കൂലി നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചു കിട്ടും മോളെ. ഈ കുട്ടിയുടെ കാര്യം. അല്ല മോളെ, ഇതല്ല ഇങ്ങനെ വലിച്ചു വരിയിടേണ്ട കാര്യമുണ്ടോ? ദേ, ഇത് താഴെ കിടന്നതാ, വേണമെങ്കിൽ എടുത്തു വെക്ക്. ഇതെന്താ അമ്മേ? ഇത് നിന്റെ മേക്കപ്പിന്റെ കൂട്ടത്തിലുള്ളതല്ലേ? അല്ലല്ലോ, ഇതെന്തോ മരുന്നാ. മരുന്നോ? നീ ഇത് എന്തിനുള്ള മരുന്നാണെന്നൊന്ന് നോക്കി. അമ്മ ഒരു മിനിറ്റ്. എന്റെ കൂട്ടുകാരി ഐറിൻ ഡോക്ടറാ. അവക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഉറപ്പായിട്ട് റിപ്ലൈ വരും. അതല്ലേ കുറച്ചും കൂടെ സേഫ്. ആ, എന്താ അമ്മേ? വല്ലാത്തൊരു ചൊറിച്ചിലും പുകച്ചിലും പോലെ. അമ്മ ഒരു മിനിറ്റ്. ദാ. അമ്മേ, ദേ മെസ്സേജ് വന്നിട്ടുണ്ട്. അമ്മേ, ഇത് സ്കിൻ ഡിസീസിനുള്ള മരുന്നാ. ദേഹം പൊള്ളി വീർക്കുകയൊക്കെ ചെയ്യില്ലേ, അവർക്ക് ഉപയോഗിക്കാനുള്ളതാ. അസുഖമില്ലാത്ത ഭാഗങ്ങളിൽ തൊട്ടാലേ കഠിനമായ ചോർച്ചിലും പുകച്ചിലും ഇതിന്റെ സൈഡ് എഫക്റ്റാ. ഇന്ന് നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ മുഖത്ത് ചൊറിച്ചിലും പുകച്ചിലും ഉണ്ടായത് നിത്യയ്ക്കാ.
മേക്കപ്പ് ബോക്സിന്റെ അടുത്ത് നിന്ന് ഇത് കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്തവനെ എനിക്ക് മനസ്സിലായി. ജീവ ജീവ എന്താടോ? എന്താ അമ്മേ? എന്താടാ ഇത്? എനിക്കറിയില്ല. ഇത് സ്കിൻ ഡിസീസിനുള്ള മരുന്നാണ്. കടുത്ത സൈഡ് എഫക്റ്റ് ഉള്ള മരുന്ന്. രോഗമില്ലാത്തവരുടെ ദേഹത്തോ മുഖത്തോ ഇത് വീണാൽ വല്ലാത്ത ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? നിന്നോട് തന്നെയാ പറയേണ്ടത്. സുജാതെ, എന്താ കാര്യം? ഇന്ന് ഫംഗ്ഷന്റെ ഇടയിൽ നിത്യമോൾക്ക് അസഹ്യമായ മുഖം ചൊറിച്ചിലുണ്ടായിരുന്നു. ആ നിമിഷം മുതൽ ഇവനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിത്യമോള് മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് മേക്കപ്പ് സാധനങ്ങളിൽ ഇവൻ ഇത് ചേർത്തിരുന്നു. കുപ്പി കണ്ട് സംശയം തോന്നിയപ്പോ ജ്യോതിയുടെ ഫ്രണ്ട് ഐറിന് ഞങ്ങൾ ഇത് അയച്ചു കൊടുത്തു. ആ കുട്ടിയെ പറഞ്ഞത് ഇതിന്റെ സൈഡ് ഇഫക്ട്സ് ഒക്കെ. ഇതിന്റെ അർത്ഥം നീ കാല് പിടിച്ചതും കരഞ്ഞതും ഒക്കെ നിങ്ങൾ പറ്റിക്കാനായിരുന്നു. നല്ല നീ ഒട്ടും മാറിയിട്ടില്ലെന്നല്ലേടോ. അമ്മേ, അത് ജീവൻ തന്നെ ചെയ്തതാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നിത്യ, നീ ആരാ ഇവനെ ന്യായീകരിക്കാൻ? ഇവനല്ലാതെ പിന്നെ ആരാ ഈ വീട്ടിൽ ഇത് ചെയ്യാൻ? ഞാൻ ചെയ്യോ? അച്ഛൻ ചെയ്യോ? ഈ ജ്യോതി ചെയ്യോ? അതോ വിരുന്നുകാരായിട്ട് വന്ന നിന്റെ വീട്ടുകാർ ചെയ്യോ? ഇവൻ കാണിച്ചു കൂട്ടുന്ന എല്ലാ വൃത്തികേടുകൾക്കും എന്റെ മുന്നിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നീയാണ്. അതെന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. തെറ്റ് ചെയ്തത് ഇവനല്ല, വേറെ ആരായാലും ശിക്ഷ കിട്ടണം. അമ്മേ, ഞാനാ ചെയ്തെന്ന് വരുത്തി തീർക്ക എളുപ്പമാ. ഇവിടെ വന്നവരില്ലേ, എന്നോട് ശത്രുതയുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അവരാരെങ്കിലും എന്നെ പെടുത്താൻ വേണ്ടി ചെയ്താണെങ്കിലോ? നീ ഇത് പറയൂന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതെന്താടാ? നീ മാറ്റിയിട്ട ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ ഈ മരുന്ന് വാങ്ങിയതിന്റെ ബില്ല്. ഇതെങ്ങനെയാടാ നിന്റെ പോക്കറ്റിൽ വന്നത്? ഇനിയും നീ പറയുന്നുണ്ടോ ഇത് ചെയ്തത് നീ അല്ലാന്ന്? മരുന്ന് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിനകത്ത് വെക്കാമെങ്കിൽ എന്റെ പോക്കറ്റിലൊരു ബില്ല് വെക്കുന്നതാണ് അമ്മേ പ്രയാസം. ഇതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ എല്ലാവരോടും പൊട്ടിത്തെറിച്ചു പോകുന്നത്. അപ്പൊ നീ വീണ്ടും പറയുന്നു നീ അല്ല ഇത് ചെയ്തതെന്ന്? നീ വെറുതെ പറയല്ല, വെല്ലുവിളിക്കുക നീ.
എന്നാ പിന്നെ ഇത് തെളിയിക്കാനുള്ള മാർഗം ഞാൻ നോക്കാം. അത് ഞാൻ തന്നെ ചെയ്തോളാം. രഘുവേട്ടാ, ഇവൻ പറയുന്നത് പോലെ ഈ വീട്ടില് കുട്ടിച്ചാത്തനൊന്നുമില്ല. ആരോടും സ്നേഹമില്ലാത്ത ഒരു രാക്ഷസനേ ഉള്ളൂ. നാളെ നേരം വെളുക്കുമ്പോ കൃത്യം തെളിവോടെ ഇവന്റെ മുഖത്ത് നോക്കി ഞാനിത് പറയും. അമ്മയെ സ്നേഹിക്കാൻ 1000 വഴികളുണ്ട്. നീ നിന്റെ വേദനകൾ മുഴുവൻ കടിച്ചമർത്തി എന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് എന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. എത്ര വലിയ തെറ്റ് ചെയ്താലും മാപ്പ് അപേക്ഷയുമായിട്ട് ഒരാൾ ചെന്ന് നിൽക്കുക അമ്മ എന്ന കോടതിയില്ല. അതുപോലെ നീ കളങ്കപ്പെടുത്തി കളഞ്ഞുകൂടാ ദ്രോഹി. എന്താ മാഡം? ഇത് ഇവിടുത്തെ ബില്ലാണോ? അതെ മാഡം. ഇത് ഞങ്ങളുടെ വീട്ടിൽ ആരോ ഒരാൾ വാങ്ങിച്ചതാ. അത് ആരാണെന്ന് അറിയാനാ ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾക്കതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? സോറി മാഡം, ഒരു ദിവസം എത്രയോ പേര് ഇവിടെ വന്നു പോകുന്ന, അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ എന്തിനാ അറിയുന്നേ? വേറൊന്നുമല്ല, അന്വേഷിച്ചപ്പോൾ ഇതേതോ സ്കിൻ ഡിസീസിനുള്ള മരുന്നാണെന്ന് അറിഞ്ഞു. അതെ, ഹൈ അലർജിക്കുമാണ്. അതെ, അതുകൊണ്ടാണൊരു സംശയം. ഞങ്ങൾക്കാർക്കും അറിയുന്ന രീതിയിൽ അങ്ങനെ ഒരു അസുഖമേ ഇല്ല. ഉണ്ടെങ്കിലും അത് നിസ്സാരമായിട്ട് കാണാൻ പാടില്ലല്ലോ. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ കാണിക്കാം. അതിലാരെങ്കിലും ആണ് കടയിൽ വന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുമല്ലോ. മാഡം, ഞങ്ങളൊക്കെ നിത്യകൂലിക്കാരാണ്. എന്തെങ്കിലും കുഴപ്പം പിടിച്ച കാര്യമാണെങ്കിൽ പെട്ടുപോയ കുടുംബം പട്ടിണിയായി പോകും. അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മയുടെ ടെൻഷൻ കൊണ്ടാ. ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാ. ഓക്കെ, ഫോട്ടോ കാണിക്കോ? എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എടുക്ക. ഇയാളാണോ? ഏയ്, ഇയാളല്ല. ഇതുമല്ല. ഇയാളല്ലേ?
ഇയാളല്ല ഇയാളല്ല. ഇയാളല്ലേ? ഇയാളല്ല, ഐ ആം ഷുവർ മാഡം. ഇയാളാണോ? ഇയാള് തമിഴിലാണോ? അതെ, വീട്ടിലെ ജോലിക്കാരന്. ഇയാൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. മരുന്ന് വാങ്ങിച്ചത് ഇയാളാണ്.